ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 30 വിശുദ്ധ അബ്ദോനും വിശുദ്ധ സെന്നനും. പേർഷ്യൻ പ്രഭുക്കന്മാരായിരുന്നു വിശുദ്ധ അബ്ദോനും വിശുദ്ധ സെന്നനും. ക്രൈസ്തവരെ കൊന്നൊടുക്കിയ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അവർ റോമിലെത്തി. യേശുവിലുള്ള വിശ്വാസം രഹസ്യമാക്കി ജീവൻ രക്ഷിക്കാൻ പാടുപെട്ടിരുന്ന ക്രൈസ്തവരുടെ ഇടയിൽ അവർ തങ്ങളുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു. ഡയോക്ലീഷ്യന്റെ ഭരണകാലത്ത് എത്ര ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നതിന് വ്യക്തമായ കണക്കുകളൊന്നുമില്ല. എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം നിരവധി പേർ അക്കാലത്ത് കൊല്ലപ്പെട്ടു. റോമിലുള്ള ക്രിസ്തുവിന്റെ അനുയായികൾ അബ്ദോനെയും സെന്നനെയും അവരുടെ ഭാഗമായി കണ്ടു. അന്യനാട്ടുകാർ എന്ന നിലയിൽ ഒരു തരത്തിലും മാറ്റി നിർത്തിയില്ല. അബ്ദോനും സെന്നനും റോമക്കാരെ പോലെയാണ് ജീവിച്ചതും. ചക്രവർത്തി കൊന്നൊടുക്കി വലിച്ചെറിഞ്ഞ ക്രിസ്തുവിന്റെ അനുയായികളുടെ മൃതദേഹങ്ങൾ തിരഞ്ഞവർ നടന്നു. അവ കണ്ടെടുത്ത് യഥാവിധം സംസ്കരിച്ചു. ഒരിക്കൽ ചക്രവർത്തി കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയുടെയും മകന്റെയും മൃതദേഹം കണ്ടെടുത്ത് സംസ്കരിക്കാൻ ഒരുങ്ങവേ റോമൻ പടയാളികൾ കാണുകയും അവരെ തടവിലാക്കുകയും ചെയ്തു. ക്രൂരമായ മർദ്ദനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എങ്കിലും തങ്ങളുടെ വിശ്വാസത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറായില്ല. മർദ്ദനങ്ങൾക്കൊടുവിൽ AD 250 അവർ ധീരമായി രക്തസാക്ഷിത്വം വരിച്ചു. അബ്ദോന്റെയും സെന്നിന്റെയും മൃതദേഹങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ കണ്ടെത്തി യഥാവിധം സംസ്കരിച്ചു. പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തെ ഈ മൃതദേഹങ്ങൾ റോമിലെ ടൈബർ നദീകരിക്കുള്ള ദേവാലയത്തിൽ സംസ്കരിച്ചു.